ആദ്യം PM ശ്രീ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞു. അധികാരത്തിലെത്തിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമ്മളെല്ലാവരും കാണുന്നു. വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും മാത്രമല്ല, പ്രാവർത്തികമാക്കാൻ കഴിയുന്ന പ്രായോഗിക നിലപാടുകളാണ് പ്രധാനം എന്നുള്ളതാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ. അതുകൊണ്ട് ജീവിതം കൊണ്ട് പ്രാവർത്തികമാക്കുക, നിലപാടുകൾ കൊണ്ട് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. ഇതൊരു ജുമുഅ ഖുത്ബയാട്ടോ. ആദ്യമായിട്ടാണ് ഒരു പള്ളിയിൽ ജുമുഅ ഖുത്ബയിൽ ഒരു മന്ത്രിയെ ട്രോളുന്നത് ഞാൻ കേൾക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അതൊരു മുജാഹിദ് സലഫി ആശയമുള്ള പള്ളിയിൽ. അത് KM ഷാജിയെ തന്നെ ആണ് ട്രോളുന്നത്. മുജാഹിദ് സലഫി വിഭാഗത്തിന് ഒരുപാട് തൻ്റെ പ്രഭാഷണങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും സംഭാവന നൽകിയ ഷാജിയെ തന്നെയാണ് ഇവർ ട്രോളുന്നത്. അപ്പോൾ നമ്മളിവിടെ PM ശ്രീ പള്ളിയിൽ പറയണോ വേണ്ടയോ എന്ന ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഇവർ ജുമാ ഖുത്തുബൻ്റെ ഒരു വിഷയം ഇതാക്കി മാറ്റിയെന്നതാണ് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ജുമാ ഖുത്തുബൻ്റെ ഒരു ഭാഗമാക്കി മാറ്റി. നിസ്കാരത്തിൻ്റെ ഭാഗം ഇനി ചിലപ്പോൾ അടുത്ത ആഴ്ച ആക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും അതിരിക്കട്ടെ, അവരുടെ ജുമാ ഖുത്തുബ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അപ്പോൾ അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ഇവിടെ PM ശ്രീ, നമുക്കറിയാം വഖഫ് മായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അതിഗൗരവകരമായിരിക്കുന്ന PM ശ്രീ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. വഖഫുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം മുമ്പ് പള്ളിയിൽ പറയണോ ഇല്ലയോ എന്ന് ചർച്ച ചെയ്ത് ഒരു വളരെ ഗൗരവകരമായിരിക്കുന്ന ഒരു വിഷയത്തെ പള്ളിയിൽ പറയണമോ ഇല്ലയോ എന്ന വിഷയത്തിലേക്ക് ആ ചർച്ച ചുരുക്കി ചില പണ്ഡിതന്മാരുടെ തലയിലിട്ട് അവരെ അധിക്ഷേപിക്കാനും അവരെ തെറി പറയാനും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പാഞ്ഞു നടന്നിരുന്ന ആളുകളെ ഒറ്റൊന്നിനെയും പുറത്ത് കാണുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും സങ്കടകരമായിരിക്കുന്ന യാഥാർത്ഥ്യം. എന്നാൽ ചില ആളുകൾ സ്വന്തം പാർട്ടിക്കെതിരെയും മറ്റൊക്കെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. അതും നമ്മൾ കാണാതെ പോകരുത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഈ PM ശ്രീ എന്താണ്, അതിൻ്റെ അപകടം എന്താണ് എന്ന് പലരും മറന്നുപോയി. കാരണം അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണമൊക്കെ നടന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷമൊക്കെ ആയി തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ PM ശ്രീ എന്താണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ PM ശ്രീ എന്താണ് എന്ന് കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് PM ശ്രീ എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് വായിക്കാം. അതൊന്ന് നമുക്ക് കേൾക്കാം. അദ്ദേഹം പറയുന്നു, സർക്കാരിൻ്റെ PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചതാണല്ലോ പുതിയ വിവാദം. വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിലുള്ള ഫണ്ടിനു വേണ്ടിയാണ് ഈ മലക്കം മറിച്ചിൽ എന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഒപ്പുവെക്കാതിരുന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ 1500 കോടി രൂപയുടെ സഹായം നഷ്ടപ്പെടുമെന്നാണ് മന്ത്രിയുടെ ഇതു സംബന്ധിച്ചുള്ള ന്യായീകരണം. 2 ലക്ഷം കോടി രൂപയുടെ, കൃത്യമായി പറഞ്ഞാൽ 1.98 ലക്ഷം കോടിയുടെ വാർഷിക ബജറ്റ് 2025-2026 വർഷം ചെലവഴിക്കുന്നൊരു ജനാധിപത്യ സർക്കാരാണ് കേവലം 1500 കോടിക്ക് വേണ്ടി കേരള ജനതയെ ഒറ്റുകൊടുത്ത് പരിഹാസ്യരാവുന്നത്. 1500 കോടിക്ക് വേണ്ടി 4 കോടിയോളം വരുന്ന പ്രബുദ്ധരായ കേരളീയ ജനതയെ ചതിക്കുഴിയിൽ വീഴ്ത്തുന്ന അതിനിഷ്ഠൂരമായ കാഴ്ചയാണ് ഇത് എന്ന് വിസ്മരിച്ചുകൂടാ. ഇതിനെതിരെ സാർവത്രികമായ പ്രചരണം നടത്തപ്പെടുകയും കേരള ജനതയെ ഇതു സംബന്ധിച്ച് ബോധവൽക്കരിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കേരള ജനതയെ ഇത് സംബന്ധിച്ച് ബോധവൽക്കരിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ് പറയുന്നത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതോടെ നമ്മുടെ സംസ്ഥാനത്ത് ദേശീയ വിദ്യാഭ്യാസ നയം NEP 2020 കൂടി നടപ്പാക്കേണ്ട ഗതികേടാണ് വരാനിരിക്കുന്നതെന്നത് മറ്റാരേക്കാളും സർക്കാരിനറിയാം. കാലങ്ങളായി ഫാസിസ്റ്റ് ഭരണം കോപ്പുകൂട്ടിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിന് മലയാള നാട്ടിലും ബോധപൂർവം പരവതാനി വിരിക്കുകയാണ് ഇതിലൂടെ കേരള വിദ്യാഭ്യാസ വകുപ്പ്. രാജ്യത്തിൻ്റെ വൈവിധ്യവും ബഹുസ്വരതയും ഉൾച്ചേർന്ന പരമ്പരാഗത പാഠ്യപദ്ധതിയെ മുച്ചൂട്ടും തകിടം മറിക്കുന്നതാണ് ദേശീയ വിദ്യാഭ്യാസ നയം. രാജ്യം മുഴുവൻ ഏകദാനമായ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് നിയമനിർമ്മാണം നടത്താൻ വ്യവസ്ഥ ചെയ്യുന്ന കൺകറൻറ്റ് ലിസ്റ്റിലെ സംസ്ഥാനങ്ങളുടെ അധികാരത്തെ ഇത് വെട്ടിച്ചുരുക്കുന്നു. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സോഷ്യലിസവും മതനിരപേക്ഷതയും നിരാകരിക്കുകയും ഫെഡറൽ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഈ വിദ്യാഭ്യാസ നയത്തിനു പിന്നിൽ
കാവ്യവൽക്കരണം മാത്രമാണെന്ന് ഇക്കാലമത്രയും നിലപാടെടുത്തവർ തന്നെ നോട്ടുകെട്ടിനു വേണ്ടി മലക്കം മറിയുന്നത് ഒരു നിലക്കും അംഗീകരിച്ചുകൂടാ. സഖ്യകക്ഷികളുടെ എതിർപ്പ് പോലും അവഗണിച്ച് PM ശ്രീയോടുള്ള CPMൻ്റെ വിധേയത്വം ചെറുക്കപ്പെടുക തന്നെ വേണം. വർഗീയതയിൽ അധിഷ്ഠിതമായ BJP RSS അസ്തിത്വത്തോട് വിയോജിക്കുന്നുവെന്ന് പെരുമ്പറയടിച്ചു നടക്കുന്ന ഭരണകക്ഷി കേരളീയ സമൂഹത്തെ ഒന്നടങ്കം ഇതേ വർഗീയതയിലേക്കും അതിലധിഷ്ഠിതമായ കാവി സംസ്കാരത്തിലേക്കും നയിക്കുന്നതിന് സഹായകമായ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ന്യായീകരണം ചോദ്യം ചെയ്യാൻ ഓരോ കേരളീയനും സന്നദ്ധനാകേണ്ടതുണ്ട്. രാജ്യത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിലെ നിത്യസ്മാരകങ്ങളായ മുഗൾ ഭരണകൂടത്തിൻ്റെയും ടിപ്പു സുൽത്താൻ്റെയും പൈതൃകങ്ങൾ, ഗാന്ധിവധം, 2002 ഗുജറാത്ത് വംശഹത്യ തുടങ്ങിയ പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാൻ NEP പ്രകാരം ഇതിനകം തന്നെ നിരവധി ശ്രമങ്ങൾ നടന്നുകഴിഞ്ഞു. പകരം സാങ്കല്പികതകളും ഹിന്ദു മിത്തുകളും മാത്രം കോർത്തിണക്കി പുതിയൊരു പാഠ്യപദ്ധതി രൂപീകരിച്ച് രാജ്യത്തിൻ്റെ ഭാവി തലമുറയുടെ ബൗദ്ധിക നിലവാരത്തെ തന്നെ ഇടിച്ചു താഴ്ത്തുന്നത് പൊറുക്കാവുന്ന പാതകമാണോ? പദ്ധതിയിൽ ഒപ്പുവച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന 2000 കോടിയുടെ നഷ്ടം സഹിക്കുമെന്ന് തുറന്നടിച്ച തമിഴ്നാട് സർക്കാർ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഹർജികൾ സമർപ്പിച്ച് നട്ടെല്ലോടെ പോരാടുന്ന ധീരമാതൃകയാണ് കേരളത്തിനും അഭികാമ്യം. രാജ്യത്തിനു വഴി കാണിക്കേണ്ട കേരളം നട്ടെല്ലോടെ തന്നെ മുന്നേറട്ടെ. ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി. അപ്പോൾ ബഹാവുദ്ദീൻ നദ്വിയുടെ ഒരു പോസ്റ്റാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ഈ വായിച്ചതിൽ നിന്ന് PM ശ്രീയുടെ അപകടം എന്താണെന്ന് കൃത്യമായിട്ട് അദ്ദേഹം അതിൽ വരച്ച് കാണിക്കുന്നുണ്ട്, ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വളരെ ഗൗരവത്തിൽ തന്നെ അതിനെ അദ്ദേഹം സകല ഗൗരവവും അതിൽ സന്നിവേശിപ്പിച്ചുകൊണ്ട് തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത് ഏതാനും മാസങ്ങൾ മുമ്പ് പോസ്റ്റ് ചെയ്തതാണ്. അതായത് ഈ ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ്, അതായത് LDF സർക്കാർ ഭരിക്കുന്ന സമയത്താണ് ഇത്രയും ഗൗരവത്തെ ഇതിൽ സന്നിവേശിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നദ്വി ഉസ്താദ് ഈ കാര്യങ്ങൾ പ്രബുദ്ധരായ കേരളീയ ജനതയെ ഉത്ബോധിപ്പിക്കണമെന്ന് താക്കീത് ചെയ്യുന്നത്. പക്ഷേ ഇതേ PM ശ്രീ തന്നെയാണ് ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കാൻ പോകുന്നത് എന്നറിയുമ്പോഴും ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ഒരു എഴുത്തു പോലും സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്നില്ല. നാസർ ഫൈസി വഴിക്ക് കാണുന്നില്ല. ബഹുമാനപ്പെട്ട പൂക്കോട്ടൂർ സാഹിബിനെ മാധ്യമങ്ങൾക്ക് മുന്നിലോ ബൈറ്റിന് മുന്നിലോ ഒന്നും കാണുന്നില്ല. അതേപോലെ തന്നെ പല ആളുകളും ഇന്ന് മൗനം ഭുജിച്ചിരിക്കുകയാണ്. അവരൊക്കെ മൗനവ്രതത്തിലാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഇത്ര ഗൗരവകരമായ ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ് പറഞ്ഞതുപോലെ ഇത്ര ഗൗരവകരമായിരിക്കുന്ന ഒരു വിഷയം നടക്കാനിരിക്കുമ്പോൾ ഇതിനെതിരെ മൗനം ഭുജിക്കുന്നത് എത്രമാത്രം അപകടകരമാണ് എന്നുള്ളത് ഓരോ മതസംഘടനകളും ചിന്തിക്കേണ്ട വിഷയമാണ്. നേതൃത്വത്തിലുള്ളവർ ചിന്തിക്കേണ്ട വിഷയമാണ്. ബഹുമാന്യനായ OP അഷ്റഫ് അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. SKSFൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് ഫേസ്ബുക്കിലൂടെ അറിയിച്ചു കഴിഞ്ഞു. ഇതേപോലെ തന്നെ എല്ലാ മതസംഘടനകളും ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതേപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ ഉള്ള അതിഗൗരവകരമായിരിക്കുന്ന വഖഫ് എന്ന് പറയുന്ന വിഷയം, ആ വിഷയവും ഇതേപോലെ തന്നെ വളരെ ലാഘവത്തോടു കൂടെ കോടിക്കണക്കിന് രൂപയുടെ വഖഫ് സ്വത്തുകൾ കൊള്ളയടിക്കാൻ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം, അത് നമ്മൾ ഭരിക്കുന്നത് ഏത് സർക്കാരാണെന്ന് നോക്കിയിട്ടല്ല, അത് സമുദായത്തെ ബാധിക്കുന്ന, സമുദായത്തെ മാത്രമല്ല ഈ സമൂഹത്തെ ബാധിക്കുന്ന വിപത്തുകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ കഴിയുന്ന കാലത്തോളം പ്രതികരിക്കുക എന്നതാണ് നമ്മുടെ നയം. ഈ ഇത്രയും അപകടകരമായ സംഖ്യവൽക്കരിക്കുന്ന ഒരു സിലബസ് നമ്മുടെ മക്കളുടെ പാഠപുസ്തകങ്ങളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുമ്പോൾ അതിനെതിരെ നോക്കി നിൽക്കാൻ അല്ലെങ്കിൽ അതിനെതിരെ മൗനം പാലിക്കാൻ എങ്ങനെയാണ് ഈ പറയപ്പെട്ട ആളുകൾക്ക് സാധിക്കുന്നത് എന്ന് വളരെ ചിന്തനീയമായിരിക്കുന്നൊരു വിഷയമാണ്. അപ്പോൾ എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്ന് കരുതി ഇതൊക്കെ പറയാതിരിക്കുന്ന ആളുകൾ നാളെ നമ്മുടെ മക്കളുടെ ഭാവി തന്നെ തുലാസിലാകുന്നത് കാണേണ്ടി വരും എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. والحق هو الثابت الباقي الذي لا يزول
إن الباطل لا بقاء له ولا ثبات.